പക്ഷെ ഞാൻ അന്ന് സജാദ് നോട്ട് ചെയ്ത് വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ സജാദ് അന്ന് ചെയ്ത റിസർച്ച് ടോപ്പിക്കാണ്. അതായത് മൊബൈൽ ഫോണുകളൊക്കെ ആളുകളുടെ അടുത്തേക്ക് വന്നു തുടങ്ങി വരുന്ന ഒരു സമയത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു, സാധാരണ ഇപ്പൊ നമ്മളൊരു PG ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നു എന്നുള്ളടത്ത് നമ്മെ ഒരു വൈവിധ്യം കാത്തു സൂക്ഷിച്ച ഒരാളാണ്. അതിന് തുടർച്ചകൾ എന്തുണ്ടായി? അതായത് ശരിക്കും ആ ടോപ്പിക്കിൽ എത്താന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ പലതും വളരെ നന്നായി കാണുന്നതെല്ലാം പലപ്പോഴും വളരെ പ്രതിസന്ധിന്ന് ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. ആ ടോപ്പിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ കുറെ ടോപ്പിക്കുകൾ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു 13ഓളം ടോപ്പിക്ക് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ട് ആ ടോപ്പിക്കുകളൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഒന്ന് നമ്മൾ ഈ ഇവിടെ കാണുന്ന ഒരു ബ്ലഡ് വെസലിനെ എന്ത് ചെയ്യാ പ്രാചീന രീതിയിലുള്ള ഒരു പ്രിക്കിങ് ചെയ്തിട്ട് അതില് നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് മെന്റൽ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആവും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. അത് ഹൈപ്പോസിസ് ആണ്, സ്റ്റഡീഡ് ആയിട്ടുള്ള ആൻഷ്യന്റ് വിസ്ഡം ആണ്, അതിലുള്ള കുറെ നോളജ് ആണ്. അപ്പൊ അത് അത്ര എളുപ്പമല്ല. അപ്പൊ സാറും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ കുറെ അതിന്റെ പിന്നാലെ പോവാ, പിന്നെ എന്ത് ചെയ്യുക, അത് വർക്ക്ഔട്ട് ആവുന്ന സമയത്ത് എത്തിക്സ് കമ്മിറ്റി റിജക്ട് ചെയ്യും, അങ്ങനത്തെ ഇഷ്യൂസ് ആണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാരണം ഒരു ടോപ്പിക്ക് സിനോപ്സിസ് ഒക്കെ ഉണ്ടാക്കി കൊടുന്ന് പ്രസന്റേഷൻ എത്തി പ്രസന്റ് ചെയ്യുമ്പോഴാണ് റിജക്ട് ആവുന്നത്. അങ്ങനെ കുറെ ടോപ്പിക് ആയപ്പോ സാറ് പറഞ്ഞത് ഇങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് മാത്രമേ കൊണ്ടുവരാനുള്ളൂ. അതാണ് സാറിന്റെ ക്വസ്റ്റ്യൻ.